मोनालिसा को फिल्म का ऑफर देने वाले डायरेक्टर सनोज मिश्रा की गिरफ्तारी हो चुकी है और ये गिरफ्तारी रेप के आरोप में हुई है। ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മഹാകുംഭമേളയിലൂടെ വൈറലായ പെൺകുട്ടിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. മൊണാലിസ മാലയൊക്കെ കുംഭമേളയിൽ വിറ്റുകൊണ്ട് നടന്ന ഒരു ചാരക്കണ്ണുള്ള സുന്ദരിയായ ഒരു പെങ്കൊച്ച്. ആ പെങ്കൊച്ച് നമ്മുടെ നാട്ടിൽ വന്നു. ബോച്ചയാണ് ആ പെൺകുട്ടിയെ നാട്ടിൽ കൊണ്ടുവന്നത്. പുള്ളിയുടെ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് ആ പെൺകുട്ടിയെ നാട്ടിൽ കൊണ്ടുവന്നത്. നല്ല സ്വീകരണം തന്നെയായിരുന്നു ആ പെൺകുട്ടിക്ക് കിട്ടിയത്. ഇപ്പോൾ അതൊന്നുമല്ല ഞാൻ ഇവിടെ പറയാനായിട്ട് പോകുന്നത്. ഈ പെൺകുട്ടിക്ക് സിനിമയിൽ അവസരം കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡയറക്ടർ വന്നിരുന്നു. ആ ഡയറക്ടറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഈ പറയുന്ന ഈ മൊണാലിസയുടെ കൂടെ തന്നെ ഒരു ഗാർഡിയനായിട്ട് കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെയാണ് ഫ്ലൈറ്റിൽ ഈ പെൺകുട്ടിയെ നാട്ടിൽ കൊണ്ടുവന്നതും പിന്നെ തിരിച്ചു പോകുമ്പോഴൊക്കെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. മീഡിയയുടെ മുമ്പിൽ ഇന്റർവ്യൂവിന് വരുന്ന സമയത്തും ഈ പുള്ളിക്കാരൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ഈ സംവിധായകൻ ഈ മൊണാലിസയെ ആക്ടിങ് പഠിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ആ ഒരു വീഡിയോകളൊക്കെ ഈ മൊണാലിസയുടെ യൂട്യൂബ് ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്തു. അത് എല്ലാ ജനങ്ങളും നല്ല രീതിയിൽ തന്നെ ഏറ്റെടുത്തു. എന്നാൽ അപ്പോഴും ഈ ഡയറക്ടറായിട്ടുള്ള സനോജ് മിശ്രയെക്കുറിച്ച് നിരവധി ഗോസിപ്പുകൾ വന്നുകൊണ്ടേയിരുന്നു. ഇദ്ദേഹം ഈ പറയുന്ന ഈ മൊണാലിസയും കൊണ്ട് മുങ്ങി എന്ന രീതിയിലൊക്കെ വാർത്തകൾ വന്നിരുന്നു. അങ്ങനൊന്നും മുങ്ങിയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൊണാലിസ തന്നെ ലൈവിൽ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഈ പറയുന്ന സനോജും വന്ന് പറഞ്ഞു, അങ്ങനൊന്നുമില്ല, എൻ്റെ വിരോധികളാണ് ഇങ്ങനെ ഓരോ കഥകൾ കെട്ടിച്ചമയ്ക്കുന്നത് എന്നൊക്കെ പുള്ളിക്കാരൻ വന്ന് ലൈവിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ അതല്ല വിഷയം. ഈ പറയുന്ന ഈ സനോജ് എന്ന് പറയുന്ന ഈ ഡയറക്ടറില്ലേ, ഈ പുള്ളിക്കാരൻ ഒരു പെൺകുട്ടിയെ വഞ്ചിച്ചു. ആ പെൺകുട്ടിയെ ഈ പുള്ളിക്കാരൻ ചതിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര ചതിയായിരുന്നു. പുള്ളിക്കാരിയുടെ കൂടെ ലിവിങ് ടുഗദറായിട്ടൊക്കെ താമസിച്ച പുള്ളിക്കാരനാണ്. ഈ ടിക്ടോക്ക് ഒക്കെ ഉള്ള കാലം തൊട്ട് തന്നെ ഈ പുള്ളിക്കാരിയുമായിട്ട് സിനിമയിൽ അഭിനയിപ്പിക്കാം, നിനക്ക് അവസരം തരാം എന്ന രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പെൺകൊച്ചിനെ വശീകരിക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം പെൺകൊച്ചിനെ ചതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി കൊണ്ടുവന്ന് കേസ് കൊടുത്തിരിക്കുകയാണ്. ഈ പെൺകൊച്ചിനെ അത് 3 വട്ടം അങ്ങോട്ട് ഗർഭചിത്രമൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി നല്ല പക്ക ഫ്രോഡാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. നാഷണൽ മാധ്യമങ്ങളിലൊക്കെ ഈ ഒരു വാർത്ത ഇപ്പം വൈറലായിട്ട് കത്തിക്കേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മൊണാലിസ ഏതോ ഭാഗ്യത്തിനാണ് ആ ഇത്തണ്ടിയുടെ കയ്യിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. ഇനിയും ഈ പറയുന്നവൻ സിനിമയിൽ അവസരം തരാം മോളെ, നീ ഇതൊക്കെ അഭിനയമൊക്കെ പഠിപ്പിച്ചുകൊണ്ട് ഇനി ഇവനെ കാണാൻ കൊണ്ടുവന്ന് ഈ കൊച്ചിനെ വല്ലതും ചെയ്തിരുന്നെങ്കിലോ. അതിന് മുമ്പ് തന്നെ ഈ മൈത്താണ്ടിയുടെ കള്ളക്കഥകൾ ഒരു പെൺകൊച്ചി വന്ന് കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ വാർത്ത നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ഹിന്ദിയിലാണ്, നിങ്ങൾ സബ് ടൈറ്റിൽ ഇട്ട് കേട്ടോളുക. ഓക്കെ, ഞാൻ പിന്നെ കാര്യങ്ങളോ പറഞ്ഞുതരാം. डायरेक्टर सनोज मिश्रा ने अपनी अगली फिल्म द डायरी ऑफ मणिपुर 2025 में मोनालिसा को लेने का ऐलान किया था। महाकुंभ मेले में वायरल गर्ल मोनालिसा को फिल्म का ऑफर देने वाले डायरेक्टर सनोज मिश्रा को गिरफ्तार किया गया है और ये गिरफ्तारी रेप के मामले में की गई है। दिल्ली हाई कोर्ट से बेल खारिज होने के बाद दिल्ली के नबी करीम थाना पुलिस ने उन्हें गिरफ्तार किया है। आरोप है कि सनोज मिश्रा ने एक छोटे कस्बे से आने वाली हीरोइन बनने की तमन्ना रखने वाली एक लड़की के साथ कई बार रेप किया है। उसे नशीला पदार्थ खिलाकर रेप का आरोप लगाया गया। पीड़िता के मुताबिक साल 2020 में जब टिकटॉक एक ऐप चलता था और इंस्टाग्राम के जरिए उसकी मुलाकात सनोज मिश्रा से हुई थी। उस समय वह झांसी में रहती थी और कुछ समय तक दोनों के बीच बातचीत होती रही और फिर डायरेक्टर ने 17 जून 2021 को उसे फोन कर बताया कि वो झांसी रेलवे स्टेशन पहुंच चुका है। जब पीड़िता ने सामाजिक दबाव का हवाला देते हुए मिलने से इनकार कर दिया तो आरोपी सनोज मिश्रा ने आत्महत्या की धमकी दी, यानी कि उसे इमोशनली ब्लैकमेल भी किया गया और इसके बाद डर के कारण पीड़िता उसे मिलने पहुंच भी गई। अगले दिन यानी कि 18 जून 2021 को आरोपी ने फिर फोन किया और आत्महत्या की धमकी देकर उसे रेलवे स्टेशन बुलाया। फिल्मों में काम दिलाने का लालच देकर उसका कई बार शोषण किया गया। आरोप है कि वहां से आरोपियों से एक रिसोर्ट में ले गया और नशीला पदार्थ खिलाकर उसके साथ रेप किया गया। पीड़िता ने एफआईआर में बताया कि आरोपी ने उसकी आपत्तिजनक तस्वीरें और वीडियो भी बना लिए और धमकी दी कि अगर उसने विरोध किया तो वो इन्हें सार्वजनिक कर देगा। इसके बाद उसने शादी का झांसा भी दिया। कई बार अलग अलग जगहों पर ले जाकर उसका शारीरिक शोषण किया गया, शारीरिक संबंध बनाए गए और साथ ही उसे फिल्मों में काम दिलाने का लालच भी दिया गया। अब देखिए कि मोनालिसा को एक्टिंग की ट्रेनिंग दे रहे थे सनोज मिश्रा। इससे पहले खबर आ रही थी कि महाकुंभ में माला बेचते हुए सोशल मीडिया की क्वीन बनी मोनालिसा को लेकर फिल्म बनने जा रही है और फिल्म डायरेक्टर सनोज मिश्रा ने मोनालिसा को अपनी अगली फिल्म द डायरी ऑफ मनी ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ടിക്ടോക്ക് ഉള്ള സമയം തൊട്ട് തന്നെ ഈ പെൺകൊച്ചുമായിട്ട് ഈ പറയുന്നവൻ ഒരു ബന്ധമുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇവൻ ഈ മയക്കുമരുന്നൊക്കെ ഈ പെൺകൊച്ചിനെ കലർത്തി കൊടുത്തു. അത് കഴിഞ്ഞ് റിസോർട്ടിൽ കൊണ്ടുവന്ന് ഈ കൊച്ചിനെ പീഡിപ്പിച്ചു. അങ്ങനെ തുടങ്ങി ഈ പറയുന്ന എന്തിരവൻ്റെ കഥകൾ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ വെളി വന്നിരിക്കുകയാണ്.
എന്തുവായാലും ഇവന്റെ കയ്യിൽ നിന്നും ഈ മൊണാലിസ രക്ഷപ്പെട്ടു പോയത് തന്നെ ഭാഗ്യം. ഇല്ലായിരുന്നുവെങ്കിൽ എന്താകുമെന്നുള്ള ഒരു സ്ഥിതി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു പാവം പിടിച്ച ഒരു വീട്ടിലെ പെങ്കൊച്ചാണ്, 16 വയസ്സേ ഉള്ളൂ. അവരൊന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കാത്ത മലയാളികളില്ല, ഈ ദേശത്തുള്ളവരില്ല, ലോകത്തുള്ളവരില്ല. കാരണം ഇവർ മാല വെച്ച് ജീവിച്ചതാണ്. അവർക്കൊരു സിനിമയിലൊക്കെ അവസരം കിട്ടുന്നെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് നമ്മളൊക്കെ ഒത്തിരിയും പറഞ്ഞു, നമ്മളവിടെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു, ഒരു സിനിമയിൽ അവസരം കിട്ടുന്നെന്ന് പറയുന്നത് എത്ര നല്ലതാണെന്നും അതിൽ കൂടെ ഈ പറയുന്ന മൊണാലിസയ്ക്ക് മുമ്പോട്ടുള്ള ജീവിതം സെറ്റിലാക്കാൻ പറ്റുമെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ ഇവനെ പോലെയുള്ള ഈ മിശ്രയെ പോലെയുള്ള ഈ സനോജ് മിശ്രയെ പോലെയുള്ള നാറുകൾ ഈ പെൺകുട്ടികളെ ഇങ്ങനെ ദുരുപയോഗം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ കഷ്ടമല്ലേ? ഈ പറയുന്ന എന്തിരവനാണെങ്കിൽ ഈ ഒരു പെങ്കൊച്ച്, അതായത് ടിക്ടോക്കിൽ കൂടെ ഒക്കെ പരിചയപ്പെട്ട ആ പെങ്കൊച്ചിനോട് ചെയ്തത് വളരെ മോശമായിട്ടുള്ള കാര്യമല്ലേ? ആ പെൺകൊച്ചിനെ റിസോർട്ടിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് മയക്കുമരുന്നൊക്കെ കൊടുത്തിട്ട് ആ പെൺകുട്ടിയോട് മോശമായി പെരുമാറുകയും ആ പെൺകൊച്ച് 3 പ്രാവശ്യം ഈ പറയുന്ന ഗർഭം അലസിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു രീതിയിലേക്ക് എത്തിപ്പോയി. അങ്ങനെയൊക്കെ ഇവൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയ്ക്കൊരു ഫ്രോഡാണ്. ഇവനെ ഇപ്പോൾ പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ കത്തിക്കയറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ മൊണാലിസയെ രക്ഷപ്പെട്ടത് തന്നെ നല്ല ഭാഗ്യം. ഈ പറയുന്ന സംവിധായകനാണ് ഈ മൊണാലിസയും കൂട്ടിക്കൊണ്ട് നാട്ടിലെത്തിയത്. നാട്ടിൽ വരുന്നിടം വരെ കൂടെ ഉണ്ടായിരുന്നു. ഈ പറയുന്ന മൊണാലിസ തന്നെ പറഞ്ഞിരുന്നു, എൻ്റെ ഒരു നല്ലൊരു ഗാർഡിയനാണ്, എന്നെ ഒരു മകളെ പോലെയാണ് കൊണ്ടു നടക്കുന്നതൊക്കെ ഈ മൊണാലിസ പറഞ്ഞിരുന്നു. എല്ലാവരും ഇങ്ങനെയൊക്കെയാണ്. ആരെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ഇതുപോലെയുള്ള പല നാറികൾ നമ്മുടെ കൂടെ കൂടും. അവന്മാർ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് ഓരോരോ അനുഭവങ്ങൾ വരുമ്പോഴാണ്. എന്തുമായാലും ഈ പറയുന്ന നാറിയായിട്ടുള്ള ഈ ഡയറക്ടറെ കുറിച്ച് വാർത്തകൾ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇത് എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയത്തില്ല എങ്കിലും ഈ പറയുന്ന ഒരു പെൺകൊച്ചു വന്നിട്ട് ഇപ്പോൾ മീഡിയയുടെ മുമ്പിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ പെൺകുട്ടിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന്. ഇതിനോട് പ്രതികരിച്ചിട്ടില്ല ഈ മറ്റവൻ ഡയറക്ടർ. എന്തായാലും അവനെ പോലീസ് പിടിച്ചിട്ടുണ്ട്. ഇനി അവൻ്റെ വായിൽ നിന്ന് ഇത് സത്യമാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരണം, അല്ലെങ്കിൽ കേസ് അന്വേഷിച്ച് ഇത് പുറത്തു വരണം. ഇതിന് കെട്ടിച്ചമച്ച കേസാണോ ഒന്നും അറിയത്തില്ല. എന്തായാലും പെൺകുട്ടി പറയുന്ന രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഇവൻ പക്ക നാറിയാണെന്നും ഈ പെൺകുട്ടിയെ പറ്റിച്ചതാണെന്നും, പിന്നെ അത് മാത്രമല്ല കുറേ വർഷങ്ങളായിട്ട് ലിവിങ് ടുഗദറുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഇടയിൽ വരുന്ന ഒരു സംഭവങ്ങളാണ്. എന്തായാലും ഈ ഒരു നാരയുടെ മുമ്പിൽ നിന്ന് ഈ പെങ്കൊച്ച് ഈ പറയുന്ന മൊണാലിസയ്ക്ക് രക്ഷപ്പെടാൻ കിട്ടിയ ഒരു മാർഗ്ഗമാണെന്നേ എനിക്കിവിടെ പറയാനായിട്ട് പറ്റത്തുള്ളൂ. എൻ്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്തായാലും മൊണാലിസയെ കേരളത്തിൽ കൊണ്ടുവന്ന് നമുക്ക് ഓരോരുത്തർക്കും പരിചയപ്പെടുത്തിയത് ബോച്ചയാണ്, ബോബി ചെമ്മണ്ണൂർ. പുള്ളിയുടെ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് പുള്ളിക്കാരെ കൊണ്ടുവന്നത്. അങ്ങനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്, നമ്മുടെ നാട്ടിൽ വന്നത്. പിന്നെ ഇതിനു മുമ്പ് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു, മഹാകുംഭമേളയിൽ വൈറൽ ഗേൾ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേന് എല്ലാവർക്കും അറിയാം, മാല വിറ്റുകൊണ്ട് വൈറലായ ഒരു പെൺകുട്ടി. ആ പുള്ളിക്കാരിയുടെ കണ്ണുകളാണ് ഏറ്റവും കൂടുതൽ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചത്. എൻ്റെ പൊന്നു പ്രേക്ഷകരെ, ഇതിൽ തന്നെ കണ്ടില്ലേ, ഈ പറയുന്ന മൊണാലിസയുടെ കൂടെ തന്നെ വന്ന് മൊണാലിസയെ സിനിമയിൽ അവസരം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സിനിമയെക്കുറിച്ച് പഠിപ്പിക്കുകയും എല്ലാം ചെയ്ത ഒരാളാണ്. വായിക്കാനും എഴുതാനും ഒക്കെ ഈ പുള്ളിക്കാരൻ പഠിപ്പിച്ചതാണ്. എന്നിട്ട് ഈ പുള്ളിക്കാരൻ തന്നെ ഇങ്ങനത്തെ ഒരു നാറിയാണ് എന്നുള്ള കാര്യം പുറത്തു വരുമ്പോൾ ഉണ്ടല്ലോ, വല്ലാത്തൊരു ഷോക്കിംഗ് തന്നെയാണ്. എന്തുവായാലും എന്താണ് പ്രേക്ഷകർ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റ് ടൈം കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.